രാഹുൽ ഈശ്വർ ഉണ്ട്. രാഹുൽ ഈശ്വർ, ഇപ്പോൾ കേട്ട് കാണുമല്ലോ, ഇത് സെൻസറിങ്ങിൽ ഒരു ജാഗ്രത കുറവ് വന്നു എന്ന വിമർശനം BJPയുടെ യോഗത്തിൽ ഉണ്ടായി എന്നാണ് അറിയുന്നത്. സിനിമ കണ്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. രാഹുലിന്റെ ചില പ്രതികരണങ്ങൾ വന്നതുമാണ്. എന്ത് തോന്നുന്നു, ഇത് ഇങ്ങനെ ഒരു ചർച്ചാ വിഷയമാക്കേണ്ടതുണ്ടോ? ഒരു ബഹിഷ്കരണമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഔദ്യോഗികമായിട്ടല്ല, പല കോണുകളിൽ നിന്ന് വ്യക്തിപരമായിട്ടൊക്കെ ആളുകൾ നടത്തുന്നതാണ്. അങ്ങനെ നടക്കുന്നു. എന്താണ് രാഹുൽ വായിക്കുന്നത്? രണ്ട് കാര്യങ്ങൾ ഇതിൽ വളരെ പ്രധാനമാണ്. ഒന്ന്, എമ്പുരാൻ കേരള സിനിമയെ പാൻ ഇന്ത്യൻ അതോടൊപ്പം ഗ്ലോബൽ തലത്തിലേക്ക് ഉയർത്തുന്ന KGF പോലെ സിനിമയാണ്. സിനിമയെ ശക്തമായി വിമർശിക്കാൻ നമുക്ക് ഫേസ്ബുക്കിൽ ആക്രമിക്കാം, അതിലൊന്നും തെറ്റില്ല. പക്ഷേ ഏതെങ്കിലും സിനിമ ബോയ്ക്കോട്ട് ചെയ്യണമെന്നോ മറ്റും പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇനി രണ്ട്, സെൻസറിംഗ് ബോർഡിലെ ആൾക്കാരുടെ വിശാല മനസ്കത തന്നെയാണ് ഈ സിനിമ ഇങ്ങനെ വരാൻ കാരണം. അവരെല്ലാം നമുക്കെല്ലാം അറിയാം, പാർട്ടികൾ ഏതെങ്കിലും നിയമിക്കുന്നതാണ്. BJPയോട് ചേർന്ന് നിൽക്കുന്നവരല്ലേ സെൻസറിംഗ് ബോർഡിലുള്ളത്. അവർക്ക് ഈ സിനിമ കണ്ടിട്ട് മനസ്സിലാവാത്തൊന്നും അല്ലല്ലോ. പക്ഷെ അവർ ആ കലാരൂപത്തെ ബഹുമാനിക്കുകയും വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ കാണുകയല്ലേ ചെയ്തത്. യഥാർത്ഥത്തിൽ പലരും വിട്ടുപോകുന്നത് സെൻസർ ബോർഡിൽ ഇരിക്കുന്ന RSS നോമിനികളായ BJP നോമിനികളായ ആൾക്കാരുടെ നന്മയും സ്റ്റേറ്റ്സ്മാൻലി സ്വഭാവമാണ്. നമുക്ക് ലഭ്യമായ വിവരം വെച്ച് ഈ സിനിമയ്ക്ക് കട്ട് പോലും വേണമെന്ന്, ഏതെങ്കിലും രീതിയിലുള്ള കട്ട് വേണമെന്ന് പോലും സെൻസർ ബോർഡ് പറഞ്ഞിട്ടില്ല. അത്തരം സിനിമകളെ നമ്മൾ കാണണ്ടേ? ഇത് ഉയർന്ന കലാമൂല്യമുള്ള സിനിമയാണ്. മുമ്പ് കേരള സ്റ്റോറിയും കാശ്മീർ ഫയൽസും പോലുള്ള സിനിമ വന്നപ്പോൾ നമ്മുടെ ഇടതുപക്ഷ സുഹൃത്തുക്കൾ പലരും ഇതായി നമ്മുടെ ലെഫ്റ്റ് പിണറായി വിജയനെ തന്നെ ശക്തമായി വിമർശിക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ ആ സിനിമ കളിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള വാർത്തകളും. അങ്ങനെയല്ല സിനിമയെ നമ്മൾ നേരിടേണ്ടത്. സിനിമയെ വിമർശിക്കുക, സാമൂഹ്യ മാധ്യമങ്ങളിൽ ആക്രമിക്കുക, ഇനി നമുക്ക് സിനിമ കണ്ട് ഇഷ്ടമില്ലെങ്കിൽ വേറൊരു സിനിമ എടുത്തതിനോട് പ്രതികാരം ചെയ്യുക, അല്ലാതെ കലാരൂപത്തോട് നമ്മൾ മത്സരിച്ചിട്ട് കാര്യമില്ല. എനിക്ക് തോന്നുന്നു രാജീവ് ചന്ദ്രശേഖർജിയൊക്കെ വളരെ സ്റ്റേറ്റ്സ്മാൻലി ആയിട്ട് ഉന്നത ബോധത്തോടു കൂടിയാണ് ആ സിനിമ പോയി കാണും എന്ന് അദ്ദേഹം പോസ്റ്റ് ഇടുന്നത്. കാര്യം ഇവർക്കാർക്കും അറിയാത്തതല്ലെന്നോ എന്റെ കോണ്ടന്റ് എന്താണ്. രാഹുൽ തൊട്ടു മുമ്പ് പറഞ്ഞ കാര്യം, ഇപ്പൊ എമ്പുരാനെതിരായ ഒരു വിമർശനം വരുന്നു, അല്ലെങ്കിൽ ഇത് വരുമ്പോഴേക്കും ആരാണ് വിമർശിക്കാൻ എന്ന് ചോദിക്കുന്നവരാണ്. മറ്റു ചില സിനിമകൾ വന്നപ്പോൾ ഇത് സിനിമയല്ല, ഇത് വേറെ രീതിയിലാണ്, ഇത് തെറ്റാണ്, പ്രദർശിപ്പിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രത്യയശാസ്ത്രമോ നമ്മുടെ ചിന്തകൾക്കോ അനുസൃതമായ സിനിമ വരുമ്പോൾ കൊള്ളാം, നല്ലതാണ്, ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. എതിർത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പാടില്ല. അത് എല്ലാവരും യഥാർത്ഥ പ്രശ്നം. അതായത് ഈ കാശ്മീർ ഫയൽസ് ഫസ്റ്റ് ഡേ എനിക്ക് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു, ഞാൻ പോയി കണ്ടതാണ്. കേരള സ്റ്റോറി ഫസ്റ്റ് ഡേ കണ്ടതാണ്. എമ്പുരാൻ ഫസ്റ്റ് ഡേ കണ്ടതാണ്. എമ്പുരാൻ ബൈ ഫാർ കലാമൂല്യത്തിലും മറ്റുമൊക്കെ വേറെ ലെവലാണ്. കാശ്മീർ ഫയൽസും കേരള സ്റ്റോറീസും ആ ലെവലിലേക്ക് എത്തില്ല, അത് വേറെ. അങ്ങനെ കമ്പയർ ചെയ്യാൻ പാടില്ല. ഇത് കുറെ കൂടെ ഒരു പ്രോപ്പർ മെയിൻ സ്ട്രീം ആണ് മൂവി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ നമുക്ക് ഇഷ്ടമില്ലാത്തത് വരുമ്പോൾ സിനിമ ബാൻ ചെയ്യണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. സിനിമയെ സിനിമയായി കാണുക, കലാരൂപത്തെ കലാരൂപമായി കാണുക, അതിനെ ബഹുമാനിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടെ ദയവായി നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം. ഇതിന്റെ നായകൻ മോഹൻലാൽ ഹിന്ദു, പ്രൊഡ്യൂസ് ചെയ്ത ഗോകുലം ഗോപാലൻ സാർ ഹിന്ദു, ഡയറക്ട് ചെയ്ത നമ്മുടെ പൃഥ്വിരാജ് ഹിന്ദു, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള സിനിമയാണ് എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഇതിന്റെ പിന്നിൽ ഒരു മുസ്ലിം സമൂഹത്തിലെ സഹോദരൻ പോലും ഇല്ല. അപ്പൊ ആവശ്യമില്ലാതെ നമ്മളിതിൽ വർഗീയത കലർത്തരുത്. ശരി.